ഇന്ന് നമുക്ക് പന്നിയിറച്ചി എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാവേ. ഞാൻ ഇന്ന് 2 കിലോ പന്നിയിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കിലോ പന്നിയിറച്ചിയാണ്. അപ്പോൾ അതിനായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ 2 കിലോയ്ക്കുള്ള മല്ലിപ്പൊടി, മുളക് പൊടി ഇടാവേ. മുളക് പൊടി ഇത് പിരിയമുളക് പൊടിയാണേ. മസാലപ്പൊടി അത് ഞാൻ ഇവിടെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ചൂടാകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് 3 സവോളയാണേ, 10 ചെറിയുള്ളി ഇടുന്നതെന്ന് വെച്ചാൽ ചെറിയുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇറച്ചിക്ക്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല, ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇച്ചിരി തേങ്ങ ഒത്തിരി ഇല്ല, കുറച്ചേ ഉള്ളൂ. ഞാനിപ്പോൾ നീരാണ് ഒഴിക്കുന്നത്. മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിനകത്തേക്ക്, ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ശകലം മതി. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. പന്നിയിറച്ചി ആയിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. കുളത്തിനാണെങ്കിൽ അങ്ങനെ വെള്ളം വേണ്ട, പക്ഷേ പന്നിയിറച്ചിക്ക് ഇച്ചിരി വെള്ളം വേണം. നല്ല ഒഴിച്ച് വേണം അടുത്ത് വെക്കാൻ. ചട്ടിക്കകത്തായതുകൊണ്ട് വിറകടുപ്പയിലാണ് വയ്ക്കുന്നത്. കുക്കറിലാണെങ്കിലും വയ്ക്കാം. കുക്കറിലാണെങ്കിൽ ഇതൊരു 10 മിനിറ്റ് ഒക്കെ കൂടുമ്പോഴൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല മസാലയുടെയും ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടി തീർത്തൊന്ന് ഇളക്കി ഇടണം. അങ്ങനെ നമ്മുടെ പന്നിയിറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. വെന്ത് നല്ല ഉണ്ടോ. അപ്പോൾ ഇനി നമുക്കിതിന് കടുകും കൂടെ പൊട്ടിച്ച് ഒഴിക്കാം. കടുക് ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില ഉള്ളിയും കൂടെ ഉള്ളിയും കറിവേപ്പിലയും കൂടെ നമുക്ക് ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ. നിറമൊക്കെ മാറി നമുക്കിനി ഇതിലേക്ക് ഒഴിക്കാം. ഇളക്കിയിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. കപ്പയ്ക്കൊക്കെ കൂട്ടാൻ നല്ല. നമ്മുടെ പന്നിയിറച്ചി കറിയുടെ കൂടെ കഴിക്കാൻ കപ്പയാണേ. അപ്പം കപ്പയും പന്നിയിറച്ചിയും കൂടെ നമുക്ക് കഴിക്കാം.